സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ലൈഫ് പദ്ധതിയിലും കടുംവെട്ടുമായി സർക്കാർ. ലൈഫ് മിഷൻ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന 136.89 കോടി രൂപയും സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റി. കടുംവെട്ട് ബജറ്റ് വിഹിതത്തിന്റെ 64% വെട്ടിക്കുറച്ചതിന് ശേഷം പദ്ധതിക്കായി ചിലവാക്കാനായത് മുൻ സാമ്പത്തിക വർഷം വകയിരുത്തിയതിന്റെ 16% മാത്രം. ജനം ബ്രേക്കിംഗ് പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, പറയൂ, എന്താണ് വിശദാംശങ്ങൾ? ഈ നേരത്തെ സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ വികസനത്തിനുള്ള 140 കോടി രൂപയും അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ തനത് റവന്യൂ വരുമാനത്തിൽ നിന്നുള്ള 770 കോടി രൂപയും സർക്കാർ ഈ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി തിരിച്ചുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ മറ്റു വകുപ്പുകളും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പരിശോധിക്കുമ്പോഴാണ് ലൈഫ് പദ്ധതിയുടെ പ്രവർത്തനത്തെ തന്നെ അവതാളത്തിലാക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ കടുംവെട്ടുകൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമ്മൾ 2024-25 സാമ്പത്തിക വർഷത്തേക്ക് ലൈഫ് പദ്ധതിക്ക് ഏതാണ്ട് 692 കോടി രൂപയാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിരുന്നത്. എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഈ പണം സർക്കാർ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ആകെ നൽകിയതാകട്ടെ വെറും 247.36 കോടി മാത്രം. അതായത് ആദ്യം വകയിരുത്തിയ 2024-25 സാമ്പത്തിക വർഷം വകയിരുത്തിയിരുന്ന 692 കോടിയിൽ നിന്ന് 63% രൂപയും സർക്കാർ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വെറും 247.36 കോടി രൂപ മാത്രമാണ് സർക്കാർ നൽകിയത്. അതാകട്ടെ ആ പണത്തിൽ ലൈഫ് മിഷന് വേണ്ടി ചെലവഴിക്കാൻ സാധിച്ചത് ഏതാണ്ട് 110.46 കോടി രൂപ മാത്രമാണ്. ഈ കഴിഞ്ഞ മാർച്ച് 31 വരെയുള്ള കണക്കുകളാണ്. ഈ 247 കോടിയിൽ 110.46 കോടി രൂപ ലൈഫ് പദ്ധതിയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞത്. എന്നാൽ അതിനുശേഷമാണ് സർക്കാർ അടപടലം ഈ പറയുന്ന ലൈഫ് പദ്ധതിയുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും പിൻവലിച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക്, ട്രഷറിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ലൈഫ് മിഷന്റെ PST അക്കൗണ്ടിൽ ബാക്കി ഉണ്ടായിരുന്ന 136.89 കോടി രൂപയും മാർച്ച് 31 സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സാമ്പത്തിക വർഷം ഒരു പദ്ധതിക്ക് വേണ്ടി വലിയൊരു പ്രഖ്യാപനം വരുന്നു. കൊട്ടിഘോഷിച്ച് 692 കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. അത് സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്ക് വീട് വെക്കാനുള്ള പദ്ധതിയിലേക്ക് ഇത്രയും തുക സർക്കാർ നൽകി എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനവുമായി വരുന്നു. പക്ഷേ അതിൽ നൽകിയത് 63% രൂപ വെട്ടിക്കുറച്ചതിനു ശേഷം മാത്രം. അതിനൊപ്പം പിന്നാലെ ആ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന തുക കൂടി സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി തിരികെ പിടിച്ചുകൊണ്ടു പോകുന്ന ആ ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അങ്ങനെ ബലത്തിൽ ലൈഫ് മിഷനായി ആകെ ചെലവഴിക്കാൻ സാധിച്ചതിന്റെ കണക്ക് എന്ന് പറയുന്നത് 692 കോടിയുടെ 16% മാത്രം. അതായത് ആകെ വകയിരുത്തിയ തുകയുടെ 16% മാത്രമാണ് ലൈഫ് മിഷന് വേണ്ടി 2024-25 സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് ചെലവഴിക്കാൻ കഴിഞ്ഞത്. 582 കോടി രൂപയും സർക്കാർ തിരികെ പിടിച്ചു എന്നുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് ഈ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും കാർഷിക മേഖലയുടെ നവീകരണത്തിനായുള്ള ലോകബാങ്ക് സഹായത്തിൽ പോലും കൈയിട്ട് വാരിയ സർക്കാരാണ്. വാട്ടർ അതോറിറ്റിക്ക് കേന്ദ്ര പദ്ധതിയിലൂടെ ലഭിച്ച, അത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പൊതു ടാപ്പുകളുടെ മെയിൻ്റനൻസും മറ്റുമായി ലഭിച്ച 719 കോടി രൂപയും സ്വന്തം അക്കൗണ്ടിലേക്ക് പിടിച്ചുകൊണ്ടുപോയ സർക്കാരാണ്. ഇപ്പോൾ ലൈഫ് പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയ തുകയുടെ 16% മാത്രം ചിലവഴിച്ചിട്ട് ബാക്കിയുണ്ടായിരുന്ന തുക കൂടി സ്വന്തം ആവശ്യത്തിനായി, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റ് ചെലവുകൾക്കായി ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതായത് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പോലും പണം നൽകാതെയാണ് സംസ്ഥാനത്തെ ഈ പലവിധമായ ധൂർത്ത് സാമ്പത്തിക ചെലവഴിപ്പുകളൊക്കെ തുടരുന്നത് എന്നുള്ളതാണ്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.